ഈ ദിവസത്തിന് സന്തോഷം നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. രാജ്യം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ. മതേതര സിവിൽ കോഡും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും നടപ്പാക്കുമെന്ന് നയം വ്യക്തമാക്കി ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം. മതാധിഷ്ഠിത സിവിൽ കോഡല്ല, മതേതര സിവിൽ കോഡാണ് രാജ്യത്തിന് ആവശ്യമെന്ന് പ്രധാനമന്ത്രി. പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരെ വേദനയോട് ഓർക്കുന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2047 विकसित भारत का लक्ष्य प्राप्त कर सकते हैं अगर 40 करोड़ देशवासी अपने पुरुषार्थ से, अपने समर्पण से, अपने त्याग से, अपने बलिदान से आजादी दे सकते हैं, आजाद भारत बना सकते हैं. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ അസന്നിഗ്ധമായാണ് പ്രധാനമന്ത്രി നയം വ്യക്തമാക്കിയത്. മതാധിഷ്ഠിതമല്ല, മതേതര സിവിൽ കോഡാണ് രാജ്യത്തിന് ആവശ്യം. अब समय की मांग है कि देश में एक सेकुलर सिविल कोड हो. हमने कम्युनल सिविल कोड में 75 साल बिताए हैं. अब हमें सेक्युलर सिविल कोड की तरफ जाना होगा और तब जाकर के देश में धर्म के आधार पर जो भेदभाव हो रहे हैं, सामान्य नागरिक को जो दूरी महसूस होती है, उससे हमें मुक्ति मिलेगी. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി സംബന്ധിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിച്ചു. ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ അന്തസ്സുയർത്തി. മൂന്നാം തവണ അധികാരത്തിലെത്താൻ അവസരം നൽകിയ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി പ്രകാശിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ മുന്നണി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും നയതന്ത്ര പ്രതിനിധികളും ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി. 11ാം തവണയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന രീതിയിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. വരുന്ന വർഷങ്ങളിൽ തന്റെ സർക്കാരിന്റെ കർമ്മപരിപാടി എന്തായിരിക്കും എന്നതിലെ നയപ്രഖ്യാപനം കൂടി ഇത്തവണ പ്രധാനമന്ത്രി നടത്തി. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24. സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കുന്നതിൽ നിന്ന് പിന്മാറില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെങ്കോട്ടയിലെ പ്രസംഗം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിലും ഏകീകൃത സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഉചിതമായ പരിഗണന നൽകാതെ 4ാം നിരയിലേക്ക് ഇരിപ്പിടം മാറ്റിയത് വിവാദമാണ്. വികസിത ഭാരതം 2047 78ാം സ്വാതന്ത്ര്യദിനത്തിന്റെ സന്ദേശം ഇതാണ്. 2047 വികസിത ഭാരതം സമർത്ഥിക്കാൻ അതിവേഗ പുരോഗതി സമസ്ത മേഖലയിലും രാജ്യത്തുണ്ടാകുന്നു എന്ന് പ്രധാനമന്ത്രി വിവരിച്ചു. വികസിക്കുന്ന ഇന്ത്യയിൽ മാറേണ്ട സുപ്രധാന ഘടകങ്ങളിൽ ഒന്ന് സിവിൽ നിയമങ്ങളാണ് എന്ന സംഘപരിവാർ ആശയം വ്യക്തതയോടെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഒളിമ്പിക്സ് കായിക താരങ്ങൾക്കൊപ്പം 4ാം നിരയിലായിരുന്നു ഇരിപ്പിടം. ഇക്കാര്യത്തിലെ അനൗചിത്യം ബോധ്യപ്പെട്ടെങ്കിലും തിരുത്താൻ അധികൃതർ തയ്യാറായില്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യമുണ്ടെങ്കിലും സംഘപരിവാർ അജണ്ടകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന മറ്റുദാഹരണങ്ങളും പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിൽ സുലഭം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയെപ്പോലെയുള്ള രാജ്യത്തിന് അനിവാര്യമാണ്. ബംഗ്ലാദേശ് വിഷയത്തിലെ സംഘപരിവാർ ആശങ്കകളും നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ആവർത്തിച്ചു. ബംഗാൾ സർക്കാരിനെ പരോക്ഷമായി ലക്ഷ്യമിട്ട പ്രധാനമന്ത്രി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ സംസ്ഥാനങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് നിർദ്ദേശിച്ചു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, ഏകീകൃത സിവിൽ കോഡ് ഇവയാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ 3 പ്രധാന രാഷ്ട്രീയ അജണ്ടകൾ. ഇതിൽ ആദ്യ 2 നരേന്ദ്രമോദി സർക്കാരിൻ്റെ 10 വർഷത്തിനുള്ളിൽ തന്നെ നടപ്പാക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മതേതര സിവിൽ കോഡ് രാജ്യത്ത് യാഥാർത്ഥ്യമാക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, 24. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കര, നാവിക, വ്യോമസേന ആസ്ഥാനങ്ങളിൽ വിപുലമായ പരിപാടികളാണ് നടന്നത്. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പതാക ഉയർത്തി. ലക്ഷദ്വീപിൽ കടലിനടിത്തട്ടിൽ ദേശീയ പതാക ഉയർത്തിയായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം. പഞ്ചാബിലെ അമൃത്സറിലെ BSF സെക്ടറിൽ DIG SS ചന്ദേൽ പതാക ഉയർത്തി. ഡൽഹിയിലെ കരസേനാ ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി 21 ഗൺ സല്യൂട്ട് അർപ്പിച്ച് സേന.
കൊച്ചിയിലെ ദക്ഷിണ മേഖലാ നാവികാസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ സതേൺ നേവൽ കമാൻഡിംഗ് ചീഫ് വൈസ് അഡ്മിറൽ VS ശ്രീനിവാസ് സല്യൂട്ട് സ്വീകരിച്ചു. AICC ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പതാക ഉയർത്തി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി തുടങ്ങിയവർ പങ്കെടുത്തു. CPI ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറി D രാജയും BJP ആസ്ഥാനത്ത് JP നദ്ദയും പതാക ഉയർത്തി. ലക്ഷദ്വീപിൽ കടലിനടിയിൽ ദേശീയ പതാക ഉയർത്തിയായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം. ഹർഘർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായി കോസ്റ്റ് ഗാർഡിലെ സ്കൂബ ഡൈവേഴ്സാണ് കവരത്തിയിൽ കടലിനടിയിൽ പതാക ഉയർത്തിയത്. വിപുലമായ പരിപാടികളോടെയാണ് 78ാം സ്വാതന്ത്ര്യദിനം രാജ്യം ആഘോഷിച്ചത്. വികസിത ഭാരതം 2047 എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം. ഡൽഹിയിൽ നിന്ന് വിനീത VG 24. വരച്ചോടം പറയുകയാണ് ആഷ്മി ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. താങ്ക് യു ഏട്ടാ. 24 ഒന്നാം സ്ഥാനത്ത്. അഭിനന്ദനങ്ങൾ. ഇനിയും മുന്നോട്ട് നിങ്ങളെല്ലാം ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുമ്പോൾ മുന്നോട്ടൊക്കെ തന്നെയാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് പിന്നാലെ വയനാട് തുരങ്കപാതയെ ചൊല്ലി LDFൽ അഭിപ്രായ ഭിന്നതയുണ്ട്. പശ്ചിമഘട്ടത്തിൽ വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ 2 വട്ടം ആലോചിക്കണമെന്ന് പറയുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഉരുൾപൊട്ടൽ ദുരന്തവുമായി തുരങ്കപാതയെ ബന്ധപ്പെടുത്തേണ്ട എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് CPIയുടെ വിയോജിപ്പ്. നമ്മൾ ഈ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി ഈ ഇത്തരം കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ടതാണല്ലോ. ഇപ്പം നേരത്തെ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പഠനങ്ങളും നടന്നിട്ടുണ്ട്. ഈ പല സ്ഥലത്തും ഈ തുരങ്കങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ആ തുരങ്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ മറ്റ് ദുരന്തത്തിന് വഴിവെക്കുന്ന ഒന്നായിട്ടല്ല പൊതുവെ ലോകം കണ്ടിട്ടുള്ളത്. അത് പഠന വിഷയമാണ്, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. തുരങ്കങ്ങൾ ദുരന്തമുണ്ടാക്കുന്നതായി ലോകത്തൊരിടത്തും കണ്ടെത്തിയിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. സാമൂഹിക പാരിസ്ഥിതിക പഠനങ്ങൾക്ക് ശേഷമാണ് വയനാട് തുരങ്കപാതയ്ക്ക് അനുമതി ലഭിച്ചത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ CPIക്ക് വിയോജിപ്പാണ്. ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷം 2 വട്ടം ആലോചിച്ചേ തുരങ്കപാത പോലുള്ള പദ്ധതികൾ നടപ്പാക്കാവൂ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. പശ്ചിമഘട്ടം ലോലമാണ്, അതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത്. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് 2 വട്ടം ചിന്തിക്കണം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ലോലമായ പ്രദേശങ്ങളിലാണ് കേരളം നിൽക്കുന്നത്. പശ്ചിമഘട്ടം ലോലമാണ്, ഭൂമിക്ക് എല്ലാം താങ്ങാൻ കഴിവില്ല. അത് പ്രകൃതി പലവട്ടം നമ്മൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചുരൽമലയിലും മുണ്ടക്കയിലുമെല്ലാം ഉണ്ടായ സംഭവങ്ങൾ. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ തുരങ്കപാതയെപ്പറ്റി ശാസ്ത്രീയമായ പഠനം വേണമെന്നാണ് CPI പറയുന്നത്. 1643 കോടി രൂപയുടെ തുരങ്കപാത പദ്ധതിക്കുള്ള ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. നേരത്തെ അതിരപ്പള്ളി ജലവൈദ്യുതി പദ്ധതി ആലോചനാ ഘട്ടത്തിലും CPI എതിർപ്പറിയിച്ചിരുന്നു. 24 തിരുവനന്തപുരം. ഒന്ന് രണ്ട് പ്രേക്ഷകർ ചോദിച്ചിരുന്നു എന്തായി തെരച്ചിൽ എന്ന കാര്യം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. വെള്ളാർമല സ്കൂളിന് പുറകിലെ നടത്തിയ തെരച്ചിലിൽ കവറിൽ പൊതിഞ്ഞ നിലയിൽ 4 ലക്ഷം രൂപ കണ്ടെത്തി. ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള ആഘാത പഠനവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെടുത്ത 5 ശരീരഭാഗങ്ങൾ പുത്തുമലയിൽ അല്പസമയത്തിനകം സംസ്കരിക്കും. വിവിധ സേനാ വിഭാഗങ്ങൾക്കൊപ്പം 200ഓളം സന്നദ്ധ പ്രവർത്തകരും ഇന്ന് തിരച്ചിൽ സംഘത്തിലുണ്ട്. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലകളിലായി തകർന്ന വീടുകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ. എല്ലായിടത്തും 2 വട്ടം പരിശോധന പൂർത്തിയാക്കിയതിനാൽ ബന്ധുക്കളോ നാട്ടുകാരോ സംശയം പ്രകടിപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് തിരച്ചിൽ പരിമിതപ്പെടുത്തി. സർട്ടിഫിക്കറ്റുകൾക്കും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കൾക്കും വേണ്ടിയുള്ള തിരച്ചിലാണ് നിലവിൽ പ്രധാനമായും നടക്കുന്നത്. വെള്ളാർമല സ്കൂളിനു പിറകിൽ മലവെള്ളം കുത്തിയൊഴുകിയിടത്തു നിന്നാണ് പ്ലാസ്റ്റിക് കവറിൽ 4 ലക്ഷം രൂപ ഫയർഫോഴ്സ് സംഘം കണ്ടെത്തിയത്. അപ്പോൾ ഇതിനകത്ത് 500ന്റെ ഒരു 7 കെട്ടും 100ന്റെ 5 കെട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ അനുമാനം ആ കെട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു 4 ലക്ഷം രൂപയോളം കാണുമെന്ന് അനുമാനിക്കുന്നു. ഇതെല്ലാം പോലീസ് പാർട്ടിയും ആ സ്ഥലത്തുണ്ടായിരുന്നു. നമ്മൾ അവരുമായിട്ട് പോലീസ് കൺട്രോൾ റൂമിലോട്ട് ഇത് കൈമാറുന്നുണ്ട്. ദേശീയ ഭൗമശാസ്ത്ര വിഭാഗം മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഘാത പഠനം ഇന്ന് പൂർത്തിയായേക്കില്ല. 5 അംഗ സംഘം പരിശോധന തുടരുകയാണ്. ഒരു നാടിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെ ഉരുളെടുത്തു പോയിട്ട് 17 ദിവസങ്ങളായി. എല്ലാം നഷ്ടപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഈ നാടാകെ. ചൂരൽമലയിൽ നിന്നും ടീം 24-നൊപ്പം തനേഷ് തമ്പി. ഒരു പാതിരാത്രിയും ഉരുൾപൊട്ടലെല്ലാം നഷ്ടമായ വേദന ആയവരുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ഒരു ജനതയുടെ പ്രതീകമാവുകയായിരുന്നു നേരത്തെ നൗഫൽ എന്ന പ്രവാസി. തൻ്റെ കുടുംബത്തെ ഉരുൾ കവർന്നൊന്നും ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നൗഫലിന്. ഗൾഫിലേക്ക് പോകുമ്പോൾ മകൻ നിഹാൽ നൽകിയ സർപ്രൈസ് ഗിഫ്റ്റ് നെഞ്ചോട് ചേർത്ത് വിതുമ്പുന്ന മനുഷ്യൻ. ഒരു മകന് ഉപ്പയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം നൽകിയാണ് അവൻ മറഞ്ഞത്.
സ്വർഗം പോലൊരു കുടുംബമായിരുന്നു നൗഫലിൻ്റേത്. കുട്ടികളും ബഹളവും കളിയും ചിരിയും. നാലു മാസം നാട്ടിൽ നിന്ന ശേഷം ഏപ്രിലാണ് നൗഫൽ പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചുപോയത്. പോകാൻ നേരം അവനുണ്ടല്ലോ 7ാം ക്ലാസ്സുകാരൻ നിഹാൽ ഒരു കടലാസ് കൊണ്ടുണ്ടാക്കിയ കവർ ഒട്ടിച്ച് ഭദ്രമാക്കി ബാഗിൽ വെച്ചു. ഞാൻ പറയാതെ ഉപ്പ ഇത് തുറക്കരുത് എന്നൊരു ഉറപ്പും വാങ്ങി. മുണ്ടക്കയ്യെ ഉരുൾ വിഴുങ്ങിയ രാത്രി തൻ്റെ സ്വർഗത്തെ കൂടി കൊണ്ടുപോകുന്നത് നൗഫൽ മരവിപ്പോടെ അറിഞ്ഞു. ഞാൻ അവിടുന്ന് അവൻ്റെ അനുവാദം അല്ലാതെ ഞാനത് പൊട്ടിച്ചപ്പോഴാണ് എൻ്റെ മോൻ എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു എന്നുള്ള മനസ്സിലാക്കണം. അപ്പോൾ എനിക്കിത് എൻ്റെ മോൻ്റെ സ്നേഹം, എന്നോടുണ്ടായ സ്നേഹം എല്ലാവരും അറിയണം. എന്നെപ്പോലെ സ്നേഹിക്കണ ബാപ്പമാർ കാണണം. അവരെ ഉപദ്രവിക്കുന്ന ബാപ്പമാരുണ്ട്, അവരും ഇത് കാണണം. മക്കളോടുള്ള സ്നേഹം. നിധി പോലെ സൂക്ഷിച്ചു വെച്ച ആ കുഞ്ഞു കവർ ബോക്സിലെ അക്ഷരങ്ങളിലുണ്ട് എത്രമാത്രം നിഹാൽ നൗഫലിനെ സ്നേഹിച്ചിരുന്നുവെന്ന്, ഉപ്പയ്ക്ക് മകനെ ജീവനായിരുന്നുവെന്ന്. നിഹാലിനെ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. എവിടെയാണ് ഞാൻ എല്ലാ ബോഡിയും ഞാൻ നോക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഉണ്ടാവും എൻ്റെ മോളും പറഞ്ഞു. എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നൗഫലിന്റെ കുടുംബത്തിലെ ഭാര്യയും 3 മക്കളും ഉമ്മയും ഉൾപ്പെടെ 11 പേരെയാണ് ഉരുൾ കവർന്നത്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം വിപിൻ സി വിജയൻ, 24 വയനാട്. വേദനയുടെ പരമാവധിയാണ്. അതിപ്പോൾ അതിലെന്താണ് പറയുക, അങ്ങനെ എത്ര വേദന നമ്മൾ ആ ദിവസങ്ങൾ അവിടെ കണ്ടതാണ്. എത്ര വേദന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട് പോയതോ അല്ലെങ്കിൽ ആയുഷ്കാലത്തിന് സമ്പാദ്യം പോയതിനോ ഒക്കെ അപ്പുറം ഇങ്ങനെ എല്ലാം നഷ്ടമായ ഒരുപിടി മനുഷ്യർ വേദനയായി നമുക്ക് മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതെ അർജുനായുള്ള തെരച്ചിൽ 1 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നാളെ പുനരാരംഭിക്കും. നദിയിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്നതാണ് പ്രതിസന്ധി എന്ന് ഡിഫൻസ് PRO അതുൽ പിള്ള 24 പറഞ്ഞു. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കിയിട്ടുണ്ട്. ഗംഗാവലിപ്പുഴ രൗദ്രഭാവം വെടിഞ്ഞ് ശാന്തമായി ഒഴുകുകയാണ്. പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും നേവിയും അനായാസം ഇന്നലെ ഡൈവിംഗ് നടത്തി. ഇന്നലെ കയർ കണ്ട സ്ഥലത്ത് തന്നെ ലോറിയും ഉണ്ടാവുമെന്ന് എല്ലാവരും ഉറപ്പിക്കുന്നു. പക്ഷേ അടിഞ്ഞുകിടക്കുന്ന മണ്ണും മരവും എല്ലാം മാറ്റി ലോറിയിലേക്ക് എത്താൻ യന്ത്രസഹായമില്ലാതെ പറ്റില്ലെന്ന് വ്യക്തമാണ്. അന്നത്തെ കോൺടാക്ട് 1 പ്രോബിൾ എന്ന് പറഞ്ഞ് അവിടെ മണ്ണ് ഒന്നുകൂടെ വന്ന് അടിഞ്ഞിട്ടുണ്ട് അന്ന് മണ്ടയ്ക്ക്. സോ അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ഡൈവിങ് അവിടെ നിന്ന് ചെയ്ത് അവിടുന്ന് മറ്റേ മാൽപ്പേക്കുള്ള ജാക്കിങ് കിട്ടിയ. അപ്പോൾ പക്ഷെ അവിടെ ഡൈവ് ചെയ്തപ്പം അവിടെ വേറെ ഒന്നുമില്ലായിരുന്നു, ബോൾഡേഴ്സും കല്ലും ഒക്കെ ഉള്ളായിരുന്നു. ഗോവ തുറമുഖത്ത് നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ കർണാടക സർക്കാർ ശ്രമം തുടങ്ങി. ഡ്രഡ്ജർ അയക്കും മുമ്പായി വിവരശേഖരണം നടത്തുകയാണെന്ന് ഗോവ തുറമുഖ വകുപ്പ് മന്ത്രി അലക്സ് സെക്യൂര 24 പറഞ്ഞു. തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജർ എത്തുമെന്നാണ് പ്രതീക്ഷ. യന്ത്രസഹായമില്ലാതെയുള്ള മനുഷ്യസാധ്യമായ തെരച്ചിൽ ഗംഗാവലിപ്പുഴയിൽ ഏതാണ്ട് അനിശ്ചിതത്വത്തിലായ അവസ്ഥയിലാണ്. ഇനിയും കാലതാമസമില്ലാതെ ഡ്രഡ്ജർ എത്രയും വേഗം എത്തിക്കാനുള്ള നടപടിയാണ് വേണ്ടത്. ഷിരൂരിൽ നിന്നും ടീം 24. ഷിരൂരിനടുത്ത് കാർവാറിൽ പാലം തകർന്നു പുഴയിൽ വീണ ട്രക്ക് ഉയർത്താൻ ഊർജിത ശ്രമം. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലാണ് ദൗത്യം. ഈ മാസം 7-നാണ് ദേശീയപാതയിലെ കാളി നദിക്ക് കുറുകെയുള്ള പാലം തകർന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രക്ക് പുഴയിലേക്ക് വീണത്. അരുൺ പൂപ്പറമ്പ കാർവാറിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുകയാണ്. അരുൺ, ആ ട്രക്ക് ഉയർത്താനുള്ള ശ്രമം ഏത് ഘട്ടത്തിലാണ്? അഷ്മി, ഷിരൂരിൽ നിന്ന് കൃത്യം പറഞ്ഞാൽ 51 കിലോമീറ്ററാണ് നിലവിൽ ഈ പാലം തകർന്ന് വീണ സ്ഥലത്തുള്ളത്. ഞാനിപ്പോൾ ആ കാളി നദിയുടെ തീരത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കാളി നദിയുടെ തീരത്ത് ഇത് കന്യാകുമാരി പനവയൽ ദേശീയപാതയാണ്. ഈ മാസം 7-ാം തീയതിയാണ് ഈ പാലം തകർന്നു വീണത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. അതായത് ആ ദേശീയപാത കടന്നു പോകുന്ന പാലം അർദ്ധരാത്രി 12:30 തകർന്നു വീണത്. ആ പാലം തകരുന്ന ഘട്ടത്തിലാണ്
തമിഴ്നാട് സ്വദേശിയായിട്ട് ഉള്ള ഡ്രൈവർ ഓടിച്ചിരുന്ന ട്രക്ക് ഈ പാലം തകർന്ന ഘട്ടത്തിൽ ഈ കാളി നദിയിലേക്ക് പതിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ പ്രദേശവാസികൾ ആ ഡ്രൈവറെ രക്ഷിച്ചിരുന്നു. പക്ഷേ അന്ന് ഈ ട്രക്ക് ഉയർത്താൻ സാധിച്ചിരുന്നില്ല. വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. ഉത്തര കന്നഡ ജില്ലയിൽ തന്നെയാണ് ഈ ഒരു പ്രദേശവും കൂടി ഉള്ളത്. ശക്തമായിട്ടുള്ള മഴയും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഇവിടുത്തെ രക്ഷാദൗത്യത്തെയും ബാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മാറി നിലവിൽ പുഴയിലെ അടിയൊഴുക്ക് ഉൾപ്പെടെ മാറിയ ഘട്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ ദൗത്യം വീണ്ടും ആരംഭിച്ചിട്ടുള്ളത്. നമ്മൾ ആ ദൃശ്യം കാണാം. കുറച്ചുകൂടി സൂം ചെയ്താൽ ആ ഭാഗത്താണ് നിലവിൽ ഇപ്പോൾ ആ റോപ്പ് കെട്ടിയിട്ടുള്ള ഭാഗത്താണ് ഈ നിലവിൽ ഈ ട്രക്ക് വീണത്. അവിടെ നിന്ന് ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഇങ്ങോട്ട് കാണിച്ചാൽ ഇപ്പോൾ നിലവിലിപ്പോൾ റോപ്പ് ഉപയോഗിച്ച്, അതായത് ഇരുമ്പ് വടം ഉപയോഗിച്ച് കരയിൽ 4 ക്രെയിനുകൾ സജ്ജീകരിച്ച് ഇരുമ്പ് വടം അതിൽ ഹുക്ക് ചെയ്തുകൊണ്ട് പുഴയുടെ നദിയുടെ അടിയിലൂടെയാണ് നിലവിലിപ്പോൾ ഇത് വലിച്ച് കരക്കോട്ട് അടുപ്പിക്കുന്നത്. ആ ദൗത്യമാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൗത്യം ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റായി ഈ റോപ്പ് കെട്ടിയതിന് ശേഷം ഇപ്പോൾ ഇത് ഈ പുഴയുടെ അടിയിലൂടെ ഇത് ഇങ്ങോട്ട് കരക്കേക്ക് അടുപ്പിക്കുകയാണ്. വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെയുള്ള സംഘമാണ് നിലവിലിപ്പോൾ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. NDRF, SDRF ഉൾപ്പെടെയുള്ള സംഘം ഇതിലുണ്ട്. നമുക്ക് അതൊരു അല്പസമയത്തിനകം തന്നെ ഈ ട്രക്ക് കരയിലേക്ക് അടുക്കും എന്നതാണ് ഇവിടുന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോൾ വലിയ ഭാരമുള്ള ട്രക്ക് 4 ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഇരുമ്പ് വടം കെട്ടി പുഴയുടെ അടിയിലൂടെ കരക്കേക്ക് എത്തിക്കുന്ന ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യം. അതിനും ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെ നേതൃത്വം നൽകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആ റോപ്പ് കാണാം. ആ റോപ്പ് ഇരുമ്പ് വടത്തിന് അത് താഴെ നദിയുടെ അടിയിലേക്കാണ് നിലവിൽ ഇപ്പോൾ ട്രക്ക് ഉള്ളത്. അത് വളരെ സൂക്ഷ്മമായി വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിലവിൽ കരയിലേക്ക് അടുപ്പിക്കുന്ന ദൗത്യം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ട്രക്ക് കരയിലേക്ക് അടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം 50% ദൗത്യം വിജയകരമായിട്ടുണ്ട് എന്നതാണ് ഇവിടുന്ന് രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ പറയുന്നത്. ആദ്യം നിലവിൽ ഇപ്പോൾ 2 ബോട്ടുകളിലായി ദൗത്യ സംഘത്തിലുള്ളവർ അവിടെ എത്തി വളരെ ശ്രമകരമായി രാവിലെ തന്നെ ഈ റോപ്പ് ഹുക്ക് ചെയ്തു. ഈ ട്രക്കിൽ ഇരുമ്പ് വടം ഉപയോഗിച്ചുള്ള റോപ്പ് ഹുക്ക് ചെയ്തു. അതിനുശേഷമാണ് ഈ ക്രെയിൻ ഉപയോഗിച്ച് നിലവിൽ ഇപ്പോൾ ഇത് കരക്കേക്ക് അടുപ്പിക്കുന്ന ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷിരൂരിൽ നിന്ന് 51 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഷിരൂരിൽ ഉണ്ടായിരുന്ന രക്ഷാദൗത്യത്തിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് ഇവിടെയും ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഷിരൂരിലെ ദൗത്യത്തെ പോലെ തന്നെ ഇവിടെയും ബാധിച്ചിരുന്നു. അതാണ് ഈ ദൗത്യം വൈകാനുള്ള കാരണം അതാണ്. നിലവിൽ ഇപ്പോൾ അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥ ഉണ്ടായപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ദൗത്യം വീണ്ടും ആരംഭിക്കുകയും നിലവിൽ ഇപ്പോൾ അത് പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. 50% അത് വിജയിച്ചു കഴിഞ്ഞു എന്നതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്ന വിവരം. നമുക്കൊന്നും കൂടെ ആ പാലത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചാൽ, അതായത് കന്യാകുമാരി പനവയൽ ദേശീയ പാതയാണ്. ആ പാത കടന്നു പോകുന്ന പാലമാണ്. ആ പാലം ആണ് ഈ മാസം 7-ാം തീയതി അർദ്ധരാത്രി 12 മണിയോടെ തകർന്നു വീണത്. അതിന് തൊട്ടിപ്പുറം അതിൻ്റെ ഒരു പുതിയ പാലം കൂടി നമുക്ക് കാണാം. പഴയ പാലമാണ്. 1983-ൽ നിർമ്മിച്ച പാലമാണ് തകർന്നത്. അത് അല്പം കൂടി സൂം ചെയ്താൽ നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമായി തകർന്ന പാലം കാണാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പാലമാണ് തകർന്നു വന്നത്. ആ ഘട്ടത്തിലാണ് തമിഴ്നാട് സ്വദേശി ഓടിച്ചിരുന്ന ട്രക്ക് നിലവിൽ ഈ പുഴയിലേക്ക് പതിച്ചത്. നിലവിൽ എന്തായാലും ദൗത്യം തുടരുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇരുമ്പ് വടം കെട്ടി അതിൽ ഹുക്ക് ചെയ്ത് നദിക്ക് അടിയിലൂടെ വലിച്ച് വളരെ സൂക്ഷ്മം വലിച്ച് കരക്കേക്ക് അടുപ്പിക്കുന്നതാണ്. അത് അല്പം ഒന്ന് വലിച്ചതിന് ശേഷം അവർ അല്പം സമയമെടുക്കും. അത് വീണ്ടും അതിൻ്റെ ഒരു സ്ഥിതി നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ആ ക്രെയിൻ ഉപയോഗിച്ച് രക്ഷാദൗത്യം വിവരങ്ങൾ നൽകുകയായിരുന്നു. പറഞ്ഞാൽ ഈ കാണുന്ന ക്രെയിനിൽ നിന്ന് ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് താഴെ ഒരു ലോറിയുണ്ട്. ആ ലോറി പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ഒരു പക്ഷേ നമ്മുടെ അർജുൻ ഉണ്ടായിരുന്ന ലോറി അവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയാലും ചെയ്യുന്ന രീതി അത് തന്നെയാകും. പക്ഷേ ആ ലോറി പ്രശ്നം അതിൻ്റെ മുകളിൽ കുന്നുകൂടി കിടക്കുന്ന മൺകൂനയാണ്. ആ മൺകൂന മാത്രമേ അത് വിസിബിൾ ആവുകയുള്ളൂ. ഇതിപ്പോൾ മണ്ണിൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ആ ലോറി പെട്ടെന്ന് ഉയർത്തെടുക്കാൻ കഴിയുന്നത്. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നു, ആഷ്മി, ഇത്തരം സീനുകളൊന്നും പ്രേക്ഷകർക്ക് താങ്ങാൻ സാധിക്കില്ല. പ്രേക്ഷകരെ ഞങ്ങളെല്ലാം കരയിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നൗഫലിൻ്റെ ആ മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ ആണ് എല്ലാവർക്കും സങ്കടം വരുന്നതാണ്. അത് വാർത്തയിലൂടെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അത്ര സങ്കടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നൗഫലിൻ്റെ വേദന, അത് നേരിട്ട് കണ്ടു നിന്നവരുടെ വേദന, രക്ഷാപ്രവർത്തകരുടെ വേദന,
ഞങ്ങളെപ്പോലോട് അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത് നേരിൽ കണ്ട് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരുടെ വേദനയൊക്കെ സമാനതകളില്ലാത്ത വലിയ വേദനയാണ്. എന്ത് ചെയ്യാം, നമ്മുടെ കാലത്തിൻ്റെ സങ്കടം. അന്ന് വയനാട് ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് തന്നെയാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖലയിലെ കെട്ടിടങ്ങളുടെ താമസ യോഗ്യതാ പരിശോധന തുടങ്ങി. ജില്ലാ കളക്ടർ നിയോഗിച്ച 4 പ്രത്യേക സംഘങ്ങളാണ് അവിടെ പരിശോധന നടത്തുന്നത്. നഷ്ടമായ രേഖകൾ വീണ്ടെടുക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന അദാലത്ത് നാളെ സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ് നടക്കുക. ജില്ലാ കളക്ടർ നിയോഗിച്ച സംഘത്തിൽ 6 പേർ വീതമാണുള്ളത്. ജിയോളജിസ്റ്റ്, ഗ്രാമപഞ്ചായത്ത് അംഗം, ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, വില്ലേജ് ഓഫീസർ, PWD ഉദ്യോഗസ്ഥൻ എന്നിവർ സംഘത്തിൽ ഉൾപ്പെടുന്നു. തറയുടെ ഉറപ്പ്, ചുമരിന്റെ ബലം, മേൽക്കൂര എന്നിവ പരിശോധിച്ച് കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് ഈ സംഘം റിപ്പോർട്ട് തയ്യാറാക്കും. ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന കല്ലുകളും ചെളിയും മണ്ണും ചേർന്നടിഞ്ഞ അവശിഷ്ടം കെട്ടിടങ്ങൾക്ക് ഭീഷണിയാണോ എന്നും സംഘം പരിശോധിക്കുന്നുണ്ട്. ഈ മാസം 19-നകം പരിശോധന പൂർത്തിയാക്കി സംഘം വടകര RDOക്ക് റിപ്പോർട്ട് നൽകും. അതിനിടെ ദുരന്തത്തിന് ഇരയായവരിൽ പലരും വാടക വീടുകളിലും ബന്ധുവീടുകളിലുമാണ് കഴിയുന്നത്. വന്നു നോക്കുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവ തന്നെ നിൽക്കാൻ ഭയങ്കര പേടി. അപ്പോൾ ഞങ്ങളിപ്പം വീട് അതുകൊണ്ട് അന്വേഷിക്കുക. പിന്നെ അല്ലാതെ ഒരു രക്ഷയില്ല. തന്നെ പിള്ളേർക്ക് ഭയങ്കര പേടി. ഒരു മഴ പെയ്യുമ്പോഴത്തേനും പേടിയാണ്. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ വീട് അടുത്തുണ്ട്, അങ്ങോട്ട് രാത്രി പോയി കിടക്കും. അങ്ങനെ കുറച്ച് ദിവസം എന്നും അങ്ങനെ ഓടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇപ്പം വേറെ വീട് അന്വേഷിക്കുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ പുനഃസൃഷ്ടിച്ച് നൽകാനുള്ള പ്രത്യേക അദാലത്ത് നാളെ നടക്കും. ഉരുട്ടി പാലം വഴി വലിയ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയതോടെ 16 ദിവസത്തിനു ശേഷം വിലങ്ങാട് മേഖലയിലേക്ക് ബസ് സർവീസുകൾ ആരംഭിച്ചു. ഒരായുസിന്റെ മുഴുവൻ സമ്പാദ്യവും ഉരുളെടുത്തതോടെ ആശങ്കയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ഇവരുടെ പുനരധിവാസം ഉടൻ നടപ്പാക്കേണ്ടതുണ്ട്. വിലങ്ങാട് നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ മുഹമ്മദ്, 24. ഭാഗ്യത്തിന് വലിയ ആളപായം ഒഴിവായി എന്നുള്ളതേ ഉള്ളൂ. ഏതാണ്ട് വയനാടിന് സമാനമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി ഒരുപാട് വീടുകൾ ഇല്ലാതായിപ്പോയി, ഒരുപാട് വീടുകൾ താമസയോഗ്യമല്ലാതായിപ്പോയി, ഒരുപാട് പേരുടെ രേഖകളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ സർക്കാർ പരിഗണിക്കുമെന്ന് തന്നെയാണ് അവിടുത്തെ പ്രതീക്ഷ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗം ആൾക്കൂട്ടം അടിച്ചു തകർത്തു. ആക്രമണം തെളിവുകൾ നശിപ്പിക്കാനാണെന്നും പിന്നിൽ തൃണമൂലിന്റെ ഗുണ്ടകളാണെന്നും BJP ആരോപിച്ചു. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസിന്റെ മറുപടി. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവിലിറങ്ങിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം. രാത്രി 12:30-യോടെയാണ് RG കർ മെഡിക്കൽ കോളേജിൽ ആൾക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായത്. അത്യാഹിത വിഭാഗം പൂർണ്ണമായും അടിച്ചു തകർത്തു. തടയാൻ ശ്രമിച്ച പോലീസിന്റെ നേരെ കല്ലേറ്. നിരവധി വാഹനങ്ങൾ തകർത്തു. അക്രമികളെ പിരിച്ചുവിടാൻ പോലീസിന്റെ കണ്ണീർ വാതകവും ലാത്തി ചാർജും. ആക്രമണത്തിലേക്ക് നയിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചാരണമാണെന്ന് പോലീസ്. ആക്രമണത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളെന്ന് BJP. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത്. തെരുവുകൾ വീണ്ടെടുക്കൂ എന്ന പേരിൽ സ്വാതന്ത്ര്യദിന പുലരിയിൽ കൊൽക്കത്തയിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത പ്രതിഷേധ പരിപാടി തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം. രാത്രി 11:55 മുതൽ പുലരും വരെ 45 കേന്ദ്രങ്ങളിലായിരുന്നു പ്രതിഷേധം. കേസിൽ CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. മെഡിക്കൽ കോളേജ് അധികൃതരുടെയും റെസിഡന്റ് ഡോക്ടർമാരുടെയും മൊഴി CBI സംഘം രേഖപ്പെടുത്തും. 24 ഡൽഹി. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാളിൽ ചേരിതിരിഞ്ഞ് രാഷ്ട്രീയ പോര് കൂടിയുണ്ട്. തനിക്കെതിരെ പ്രതിപക്ഷം ഗൂഢാലോചന നടത്തുന്നു എന്നാണ് മമതയുടെ ആരോപണം. ചിലരെ മമത സംരക്ഷിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. കാല് പിടിക്കാൻ തയ്യാറെന്ന് മമത പറഞ്ഞിട്ടും സമരം അവസാനിപ്പിക്കില്ല എന്നാണ് സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ നിലപാട്. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരത. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത 12 മണിക്കൂറിനകം പോലീസ് സിവിക് വളണ്ടിയർ സഞ്ജയ് റോയ് പിടിയിലായി. എന്നാൽ പ്രതിഷേധം ഇപ്പോഴും ആളിക്കത്തുകയാണ്. പ്രതിക്ക് പോലീസുമായുള്ള അടുപ്പം, മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ പരാമർശം, വിഷയം കൈകാര്യം ചെയ്ത രീതി, ഇതെല്ലാം ആദ്യഘട്ടത്തിൽ ഡോക്ടർമാരുടെ രോഷമേറ്റി. പിന്നാലെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ. വിഷയം കൂടുതൽ സങ്കീർണമായി. सीमेंट रह सकता है, बाल रह सकता है, नाखून रह सकता है, जिससे प्रमाण मिलेगा DNA टेस्टिंग से, वो कंस्ट्रक्शन करके तोड़फोड़ करके सारा ममता बनर्जी खत्म कर देगा. ഒരു ഗർഭിണിയും കുഞ്ഞുമടക്കം 3 പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സ കിട്ടാതെ മരിച്ചു. ഇത് ചൂണ്ടിക്കാട്ടി കാലുപിടിക്കാനും തയ്യാറാണെന്നും ജോലിയിലേക്ക് മടങ്ങണമെന്നും മുഖ്യമന്ത്രി മമത ഡോക്ടർമാരോട് അപേക്ഷിച്ചു. এবং আগামী রবিবারের মধ্যে সিবিআইকে ফাঁসি ব্যবস্থা করতে হবে এবং পুরোপুরি তদন্ত উদ্ঘাটিত করতে হবে. যদিও আমাদের কলকাতা পুলিশ তদন্তের 90% করে দিয়েছে. എന്നിട്ടും സമരം അവസാനിപ്പിക്കാൻ ഡോക്ടർമാർ തയ്യാറല്ല. BJPയും CPIMും ബംഗാളിൽ ബംഗ്ലാദേശ് മോഡൽ അട്ടിമറിക്ക് ശ്രമിക്കുന്നുവെന്ന മമതയുടെ ആരോപണം.
പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയത്. ഇതോടെ വിഷയത്തിൽ മമത പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഇതുവരെ മൗനം പാലിച്ച തൃണമൂലിന്റെ വനിതാ എംപിമാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. 24 ഡൽഹി. ഇപ്പോൾ വരുന്നൊരു വാർത്ത. കോഴിക്കോട് മൂഴിക്കലിൽ ചിക്കൻ ബർഗറിൽ ജീവനുള്ള പുഴുവിനെ കിട്ടിയെന്നാണ് പരാതി. MR ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ബർഗറിൽ ആണ് ഈ പുഴുവിനെ കിട്ടിയത്. ബർഗർ കഴിച്ച് 2 പേർക്ക് ദേഹാസ്വാസ്ഥ്യവും ഛർദിയും അനുഭവപ്പെടുകയും ചെയ്തു. രാഹുൽ സുരേഷ് വിവരങ്ങൾ വെച്ചിരുന്നു. രാഹുൽ, ബർഗറിലെ പുഴു നല്ല മിടുക്കനായ ജീവനോട് ഇരിപ്പുണ്ടല്ലോ. ഹാഷ്മി, കോഴിക്കോട് മൂഴിക്കലിലാണ് ഈ MR ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നും ചൊവ്വാഴ്ച രാത്രിയാണ് ഓൺലൈനായി 2 ബർഗർ ഓർഡർ ചെയ്തത്. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബർഗറിൻ്റെ ഉള്ളിൽ നിന്നും ഈ പുഴുവിനെ ആദ്യം കാണുന്നത്. തുടർന്ന് ഈ ബർഗർ തുറന്നു നോക്കിയതോടെയാണ് 10-ലധികം പുഴുക്കൾ ഇതിനകത്തുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഈ ബർഗർ വാങ്ങിയ ആളുകൾ ഈ ഹൈപ്പർ മാർക്കറ്റ് അധികൃതരെ വിളിച്ച് ഈ കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അവരത് നിഷേധിക്കുകയാണ് ചെയ്തത്. പിന്നാലെ ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് 2 പേർക്ക് ദേഹാസ്വാസ്ഥ്യവും ഛർദിയും ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിനാണ് ഇവർ പരാതി നൽകിയിട്ടുള്ളത്. ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ ഈ ചത്ത പുഴുക്കളെയൊക്കെയാണ് ഇത്തരം ബർഗറുകളിൽ നിന്നും കാണുന്നത്. പക്ഷേ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ നല്ല ഉശിരുള്ള ജീവനുള്ള പുഴുക്കളെയാണ് ഈ ബർഗറിൽ കണ്ടെത്തിയതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി, ഇവിടെ ഭൈരവൻ കണ്ണൂർ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പറയുന്നത്, ഹാഷ്മി വാർത്ത സത്യസന്ധമാകണം. സത്യത്തിൽ ബർഗറിൽ എത്ര പുഴുക്കളുണ്ടായിരുന്നു? 4 ക്വസ്റ്റ്യൻ മാർക്ക്, 5 ക്വസ്റ്റ്യൻ മാർക്ക്, 6, 7 or 8 എന്ന് ചോദിക്കുന്നത്. യഥാർത്ഥ ചേട്ടാ 10ഓളം പുഴുക്കളുണ്ടായിരുന്നാണ് പറയുന്നത്. വടകരയിലെ കാഫർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ആരായാലും തെറ്റായ നടപടിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPM നേതാക്കൾ അറിയാതെ ഇത്തരം പ്രചരണം നടക്കുമോ എന്ന് KPC അധ്യക്ഷൻ K സുധാകരൻ ചോദിച്ചു. CPIM വർഗീയത ആളിക്കത്തിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ CPIM ഇതുവരെ നടത്തിയ വാദങ്ങളെല്ലാം പോലീസ് റിപ്പോർട്ടോടെ പൊളിഞ്ഞു. അതോടെയാണ് പ്രതിപക്ഷം വീണ്ടും നിലപാട് കടുപ്പിച്ചത്. സംഭവത്തിലെ പോലീസ് റിപ്പോർട്ട് സ്വാഗതം ചെയ്ത കോൺഗ്രസ് ഉത്തരവാദികൾക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഈ പരാമർശം വന്നത് എന്ന് വ്യക്തമാണ്. ആ വ്യക്തത മാറ്റിമറിക്കാനൊന്നും ഒരാളുകൾക്കും ഒരു ഇടതുപക്ഷത്തിനും സാധിക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി അവസാനത്തെ തുള്ളി രക്തം ചൊരിയേണ്ടി വന്നാലും ഞങ്ങൾ അതിനുവേണ്ടി പോരാടും എന്ന് ഞാനിവിടെ പ്രഖ്യാപനം നടത്തുകയാണ്. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രചരണം നടത്തുന്നത് ശരിയല്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വളരെ ചെയ്തിട്ടില്ല, ചെയ്താൽ ശരിയല്ല, ചെയ്തിട്ടില്ല. ഇടത് ഗ്രൂപ്പുകളിലാണ് ഇത് വന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇടത് ഗ്രൂപ്പുകൾ ചെയ്താലും ശരിയല്ല, പക്ഷെ അത് ഞങ്ങളുടെ നയമല്ല. പോസ്റ്റ് ഷെയർ ചെയ്ത KK ലതികയ്ക്കെതിരെ നടപടി വേണമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അപ്പോൾ KK ലതികയ്ക്കെതിരെയും ഈ പ്രയോഗം പ്രചരിപ്പിച്ച മറ്റ് DYFI നേതാക്കൾക്കെതിരെയും എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത്. പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ KK ശൈലജ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ലീഗും ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. ഹൈക്കോടതി വിധിക്ക് പിന്നാലെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറ്റന്നാൾ പുറത്തുവിടും. സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് സമർപ്പിച്ച റിപ്പോർട്ട് വെളിച്ചം കാണുന്നത് 5 വർഷത്തിന് ശേഷമാണ്. സ്വകാര്യത ഹനിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കിയാകും റിപ്പോർട്ട് പുറത്തുവിടുക. തിരുവനന്തപുരം വിമാനത്താവള പരിസരത്ത് നിന്നും തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയത് സ്വർണം പൊട്ടിക്കലിന്റെ ഭാഗമെന്ന് പോലീസ് സ്ഥിരീകരണം. തട്ടിക്കൊണ്ടുപോയ സ്വർണ്ണക്കടത്ത് സംഘത്തിലെ അംഗം മുഹമ്മദ് ഉമറിനെ കേരള പോലീസ് തിരുനെൽവേലിയിൽ നിന്ന് കണ്ടെത്തി. ഇയാളുടെ പക്കൽ സ്വർണ്ണമില്ലാത്തതിനാൽ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വിദേശത്ത് നിന്നും കടത്തിക്കൊണ്ടുവന്ന സ്വർണം വാങ്ങാനെത്തിയവരും അത് പൊട്ടിക്കാനെത്തിയവരും കുടുങ്ങിയ വഴി ഇങ്ങനെ. ചൊവ്വാഴ്ച അർദ്ധരാത്രി 12 മണിയോടെയാണ് ഓട്ടോയിൽ സഞ്ചരിച്ച തിരുനെൽവേലി സ്വദേശി മുഹമ്മദ് ഉമറിനെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. തിരുവനന്തപുരം സ്വദേശികളാണ് പ്രതികൾ. സിംഗപ്പൂരിൽ നിന്നുള്ള വിമാനത്തിൽ വരുന്ന സ്വർണം യാത്രക്കാരിൽ നിന്ന് വാങ്ങി മറ്റൊരിടത്ത് എത്തിക്കാനായുള്ള കരിയറായിട്ടാണ് ഉമർ എത്തിയത്. എന്നാൽ ഈ സ്വർണം കസ്റ്റംസ് തടഞ്ഞു വെച്ചതോടെ ഉമറിന് നിരാശയായി. അങ്ങനെ ഉമർ മടങ്ങുന്നതിനിടെയാണ് എതിർ സംഘം ഉമറിനെ പിടിച്ചത്. ഉമറിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കുകയായിരുന്നു ലക്ഷ്യം. തട്ടിക്കൊണ്ടുപോയി പാതി വഴി എത്തിയപ്പോഴാണ് ഉമറിന്റെ കയ്യിൽ സ്വർണമില്ലെന്ന് അവർക്ക് മനസ്സിലായത്. അതോടെ അവർ ഉമറിനെ വഴിയിലിറക്കി വിട്ടു. മുഹമ്മദ് ഉമറിനെ തിരുനെൽവേലിയിൽ നിന്നും കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയവരെയും തിരിച്ചറിഞ്ഞു. 24 തിരുവനന്തപുരം. കാക്കനാട് രാജഗിരി ക്രിസ്തുജയന്തി പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് B കമാൽ പാഷ മുഖ്യാതിഥിയായി. സ്കൂൾ ഡയറക്ടർ ഫാദർ വർഗീസ് പുതുശ്ശേരി CMA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രിൻസിപ്പൽ
സജീവ് വർഗീസ് സ്വാഗതം ആശംസിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ ദേശസ്നേഹം വളർത്തിയെടുക്കാനുള്ള സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി ഭാരതീയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കോഴിക്കോട് നടന്ന പരിപാടിയിൽ മന്ത്രി AK ശശീന്ദ്രൻ 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം അവാർഡ് ഏറ്റുവാങ്ങി. മികച്ച വാർത്താ അവതാരകനായി ഹാഷ്മി താജ് ഇബ്രാഹിമിനെ, മികച്ച ഇന്റർവ്യൂവറായി ദീപക് ധർമ്മടത്തെയുമാണ് തിരഞ്ഞെടുത്തത്. MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ ആ പരിപാടിയിൽ നേരിട്ട് പോയി അവാർഡ് ഏറ്റുവാങ്ങേണ്ടതായിരുന്നു. ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ ഇവിടുത്തെ കുറച്ച് തിരക്കൊക്കെ കാരണം അങ്ങോട്ടേക്ക് എത്തി. കോഴിക്കോടായിരുന്നു പരിപാടി. കാരണം കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്താനുള്ള ഒരു അസൗകര്യം മൂലമാണ് അങ്ങോട്ടേക്ക് എത്താൻ കഴിയാതിരുന്നത്. എനിക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ദീപക് ധർമ്മടം അവാർഡ് പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ സംഘാടകരോട് അതിൽ നേരിട്ടെത്താൻ കഴിയാത്തതിൽ ക്ഷമാപണം അറിയിക്കുകയുമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വാർത്തായാത്ര, ഉച്ചവാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു.